പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. ആദ്യഘട്ടം ജനുവരി 28 മുതൽ ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. ബജറ്റ് സമ്മേളനത്തിൽ 30 സിറ്റിംഗുകൾ ഉണ്ടാകും. 2026-27 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത് പറയൂ. ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിന്റെ വളർച്ച, രാജ്യത്തിന്റെ പുരോഗതി തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം എങ്ങനെയാകണം എന്ന് നിശ്ചയിക്കുന്ന സമ്മേളന കാലയളവാണ് വരാൻ പോകുന്നത്. ബജറ്റ് സെഷൻ ഇന്ന് ആരംഭിക്കുന്ന ബജറ്റ് സെഷൻ 2 ഘട്ടങ്ങളിലായാണ് ഉണ്ടാവുക. അതായത് ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായി ഈ ബജറ്റ് സമ്മേളനം നടക്കും. ആദ്യഘട്ടം ഇന്ന് മുതൽ ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയുമാണ് നടക്കുക. ബജറ്റ് സമ്മേളനത്തിൽ 30 സിറ്റിംഗുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഇതോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട്. 2026-27 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയും ചെയ്യും. യൂറോപ്യൻ യൂണിയനുമായി ഒക്കെ തന്നെ പുതിയ കരാർ ഒപ്പിട്ടതിന് ശേഷം വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ വിപണി. അതോടൊപ്പം തന്നെ ആഗോള തലത്തിൽ ഈ അമേരിക്കയുടെ താരിഫ് ഭീഷണിയൊക്കെ തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി നമ്മുടെ ബജറ്റ് വരുമ്പോൾ നമ്മുടെ വിപണി വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്ന് കാണാം നിർമ്മല സീതാരാമന്റെ മാജിക് ബജറ്റ് എന്താകും എന്നുള്ളത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. ആദ്യഘട്ടം ജനുവരി 28 മുതൽ ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയുമാണ് നടക്കുക. വിവരം നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത്.